നമ്മളെ PSC എക്സാമിൽ ഏറ്റവും കൂടുതൽ മൈനസ് മാർക്ക് വരുന്നത് GK-യിലല്ല, നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം ഇംഗ്ലീഷിലായിരിക്കും. എന്തുകൊണ്ടാണ് ഇംഗ്ലീഷിൽ കൂടുതൽ മൈനസ് മാർക്ക് വരുന്നത്? കാരണം മൈനസ് മാർക്ക് എന്ന് പറയുന്നത് നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശരിയാണെന്ന് വിചാരിച്ചിട്ടാണ് അറ്റൻഡ് ചെയ്യുന്നത്. പിന്നെ എങ്ങനെയാണ് അത് തെറ്റു വന്നത്? അതിനർത്ഥം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യത്തിനെ കുറിച്ച് നമുക്ക് എന്തൊക്കെയോ അറിയാം, എന്നാൽ കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ അതൊന്ന് കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ മാർക്ക് കിട്ടും. ഇവിടെ മൈനസ് മാർക്ക് വരാനുള്ള മറ്റൊരു റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയുന്ന ഉത്തരവും ഓപ്ഷനിലുണ്ടാവും, ശരിയായ ഉത്തരവും ഓപ്ഷനിലുണ്ടാവും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ആർട്ടിക്കിൾ എന്ന് പറയുന്നൊരു ഭാഗം എടുക്കുന്ന സമയത്ത് അവിടെ ഓപ്ഷൻസ് എ ആൻഡ് ദേ നൺ ഓഫ് ദീസ് ഇത്രയല്ലേ വരുള്ളൂ. ഒന്നുകിൽ എ ആവും, അല്ലെങ്കിൽ ദ ആവും, അല്ലെങ്കിൽ ആൻ ആവും. അപ്പോൾ നമ്മളിത് ഏതെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ചിലപ്പം തെറ്റുപറ്റാം. അപ്പോൾ ഇംഗ്ലീഷിലെ നിങ്ങളുടെ മൈനസ് മാർക്ക് ഒഴിവാക്കാൻ ചെയ്യാവുന്ന ഒരേ ഒരു മാർഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇംഗ്ലീഷിൻ്റെ സിലബസ് എടുത്ത് നോക്കും. അപ്പോൾ ഏകദേശം ഒരു 20 സബ്ജക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ 20 ടോപ്പിക് ഉണ്ടാവും. അപ്പോൾ അതിൽ വെക്കാബുലറി പാർട്ട് ഉണ്ടാവും, അതുപോലെ ഗ്രാമർ പാർട്ട് ഉണ്ടാവും. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഗ്രാമർ പാർട്ട് എടുക്കുക. അതിൽ തന്നെ നിങ്ങൾക്ക് സിമ്പിൾ ആയത് നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം എടുക്കുക. ഫോർ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ടാഗ്, ആർട്ടിക്കിള്, ഇഫ് ക്ലോസ്, റിപ്പോർട്ടർ സ്പീച്ച്, ഇങ്ങനെ കുറേ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ദിവസം നിങ്ങൾ ക്വസ്റ്റ്യൻ ടാഗ് പഠിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്നതിന് ശേഷം ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ഇതുവരെ PSC ചോദിച്ച ചോദ്യങ്ങളും മോഡൽ ക്വസ്റ്റ്യൻസും ഒക്കെ അടങ്ങിയ ഒരുപാട് ബുക്കുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ ടാഗ് ഒന്ന് എക്സാം പോലെ വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളൊരു 60 മാർക്കിൻ്റെ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 20, 30 അല്ലെങ്കിൽ 40, 50 എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഏതാണ് തെറ്റിയതെന്നൊക്കെ മനസ്സിലാക്കുക. പിറ്റത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ക്വസ്റ്റ്യൻ ടാഗ് ആ ചെയ്ത എക്സാം നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യണം, അറ്റൻഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് തോന്നും നമ്മൾ ഇന്നലെ ചെയ്തതല്ലേ, ഇതെന്തിനാണ് വീണ്ടും ചെയ്യുന്നത്? ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ അറിയുന്നതേ തെറ്റിക്കുള്ളൂ, അറിയാത്തത് തെറ്റിക്കില്ല. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ടാഗിൻ്റെ എക്സാം വീണ്ടും അറ്റൻഡ് ചെയ്തതിന് ശേഷം ഇഫ് ക്ലോസ് എന്ത് ചെയ്യുക, പഠിക്കുക, അതിൻ്റെ എക്സാം അറ്റൻഡ് ചെയ്യുക. ദെൻ മൂന്നാമത്തെ ദിവസം നിങ്ങൾ ക്വസ്റ്റ്യൻ ടാഗും ഇഫ് ക്ലോസും പഠിച്ച് അറ്റൻഡ് ചെയ്തതിന് ശേഷം മാത്രമേ മൂന്നാമത്തെ ടോപ്പിലേക്ക് പോവാം. അപ്പോൾ ഇത് ഓരോ ദിവസവും പഠിച്ച കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും വീണ്ടും റിവിഷൻ ചെയ്ത് പോയാൽ മാത്രമാണ് ഇംഗ്ലീഷ് നമുക്ക് നമ്മുടെ കയ്യിലാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇത് കയ്യിൽ നിന്ന് പോകും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് പഠിച്ചു, പിന്നെ ഇഫ് ക്ലോസ് പഠിച്ചു, അപ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് ക്വസ്റ്റ്യൻ ടാഗ് എന്ത് ചെയ്തിട്ടുണ്ടാവും, മറന്നു പോയിട്ടുണ്ടാവും. അപ്പം എല്ലാ ദിവസവും എല്ലാ ടോപ്പിക്കിൻ്റെയും എക്സാമുകൾ അറ്റൻഡ് ചെയ്ത് എന്ത് ചെയ്യുക, പരിശീലിക്കുക കേട്ടോ. ഇനി ഏത് മത്സര പരീക്ഷകൾക്കും കോൺഫിഡൻസോടെ തയ്യാറെടുക്കാം ലാമൻ ബുക്സിലൂടെ. PSC, SSC, CAT ആൻഡ് സ്കോളർഷിപ്പ് എക്സാംസ്.